In today's session, we are going to discuss about what are the methods of psychological research. Psychological research ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one is experimental method. Second one is descriptive methods. Under descriptive methods, you will have naturalistic observation, survey, case study, then interview, questionnaire and rating scale. Then fourth one is correlation method. So these are the major methods which we are going to discuss in the portion methods of psychological research. So in this session, we are going to discuss about experimental methods. So experiment is a research method in which the investigator manipulates a variable under carefully controlled conditions and observes whether any changes occur in the second variable as a result. So experiment എന്ന് പറഞ്ഞാൽ the investigator, that is the researcher, manipulates a variable under carefully controlled conditions and observe whether there is any change occurred in the second variable as a result of this manipulation. So, ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ we need to understand about variable. മാം കേക്കാവോ? ഹലോ. ഓക്കെ, എക്സ്പെരിമെന്റിൽ റിസർച്ചർ എന്താ ചെയ്യുന്നത്? റിസർച്ചർ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? They manipulate the variables in controlled conditions and observe whether there is any change occurred in a second variable as a result. So വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്തിനെ കുറിച്ചിട്ടാണോ പഠിക്കാൻ പോകുന്നത്, ആ പഠിക്കാൻ പോകുന്ന കാര്യത്തെയാണ് നമ്മളൊരു വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വേരിയബിൾസ് ആർ ഓഫ് ടു ടൈപ്സ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചിൽ എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇസ് ദ ഏത് വേരിയബിളിലാണോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി ഏത് വേരിയബിളിലാണോ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവുന്നത്, ആ വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. പ്രത്യേകിച്ചും എക്സ്പെരിമെന്റൽ സ്റ്റഡീസിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് is the variable which is manipulated by the experimenter, whereas dependent variable is the one which the researcher is going to study the effect. അപ്പം ഇഫക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പം I'll give you an example. സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു എക്സാമ്പിളാണ്. സ്മോക്കിംഗ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ലങ് ക്യാൻസർ ഈസ് കൺസിഡർഡ് ആസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇപ്പോൾ സ്മോക്കിംഗ് ഉള്ള ഒരു ഗ്രൂപ്പും സ്മോക്കിംഗ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പും, അതാണ് എക്സ്പെരിമെന്റർ അവിടെ നടത്തുന്ന മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. So based on this manipulation, whether there is any change in the dependent variable. ഈ പറഞ്ഞ എക്സാമ്പിളിന് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ എന്നുള്ളതാണ്, ലങ് ക്യാൻസർ എന്നുള്ളതാണ്. സോ സ്മോക്കിംഗ് കൂടുതലുള്ള ആൾക്കാരിൽ ലങ് ക്യാൻസർ ഉണ്ടാവുന്നുണ്ടോ? സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള സ്മോക്കിംഗ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ for an experiment. Okay, independent variable, dependent variable. Okay, the experiment is a relatively powerful procedure that allows researcher to detect cause-effect relationship. So cause-effect relationship നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസർച്ച് മെത്തേഡാണ് experimental method എന്ന് പറയുന്നത്. Okay, so experiments must meet three requirements in order to demonstrate the causality. So causality demonstrate ചെയ്യാനായിട്ട് മൂന്ന് requirements ആണുള്ളത്. First one is covariation of events.
Second one is time order relationship, and third one is confounding variables. മൂന്ന് കാര്യങ്ങൾ മനസ്സിലായോ? I'll repeat. First one is covariation of events, second is time order relationship, and third one is confounding variables. Okay, so let us see what is covariation of events. A state in which two events vary together so that as one changes, the other also changes. ഇപ്പം നമ്മൾ ഒരു രണ്ട് വേരിയബിൾസ് ഉണ്ട്, അതിൽ ഒരു വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുന്ന അനുസരിച്ച് മറ്റു വേരിയബിളിലും ചേഞ്ച് ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ കോവേരിയേഷൻ ഓഫ് ഇവന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇഫ് വൺ ഇവന്റ് is the cause of another, the two must vary together. That is, when one change, the other also change. അപ്പം ഇങ്ങനെയുള്ള ഒരു റിക്വയർമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോവേരിയേഷൻ ഓഫ് ഇവന്റ്സ്. The second requirement is time order relationship. It is a relationship in which one factor precedes a second one in time and therefore may possible have caused the second. A time order relationship must be established. The presumed cause must occur before the presumed effect. ഇപ്പം നമ്മൾ ഇന്നത് സംഭവിച്ചതിന് മുമ്പ് ഇത് സംഭവിച്ചു. ഓക്കെ, അപ്പം ഇടിമിന്നലുണ്ടായി, ആ മിന്നൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്തിട്ട് തണ്ടർ വരും എന്നുള്ളത് നമുക്ക്, ഓക്കെ, ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ, ലൈറ്റ്നിങ് വന്നു, സോ നമുക്കറിയാം അതിൻ്റെ പുറകെ എന്തുണ്ടാവും? തണ്ടർ ഉണ്ടാവും എന്നുള്ളതറിയാം. സോ ഒരു ടൈം ഓർഡർ റിലേഷൻഷിപ്പ് ആണത്. സോ ലൈറ്റ്നിങ് വന്നാൽ തണ്ടർ അതിൻ്റെ പുറകെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ നമ്മൾ വിചാരിക്കും ലൈറ്റ്നിങ് കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? തണ്ടർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു റിലേഷൻഷിപ്പ്. സോ ടൈം ഓർഡർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. സോ എ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് one factor precedes a second one in time and therefore may possible have caused the second. The third requirement is confounding variable. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ is covariation of events, second one is time order relationship, and third one is confounding variable. So third one is confounding variable. അപ്പം എന്തായിരിക്കും confounding variable? A factor that is possible cause of a phenomenon and that interferes with the accurate measurement of the causal factor under study in an experiment. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഓക്കെ, ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇപ്പം ഞാൻ പറഞ്ഞു സ്മോക്കിംഗ്, സിഗരറ്റ് സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ എന്നുള്ളതാണ് വിചാരിച്ചു. സിഗരറ്റ് സ്മോക്കിംഗ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അവിടെ ചിലപ്പം ഈ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലാതെ പാസീവ് സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. സോ ഈ പാസീവ് സ്മോക്കിങ്ങും എന്തിലേക്ക് ലീഡ് ചെയ്യാം? ലങ് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലാതെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു പോസിബിൾ ഓൾട്ടർനേറ്റ് കോസ് അവിടെ ഉണ്ട്. ആ കോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺഫൗണ്ടിങ് വേരിയബിൾ. മനസ്സിലായോ? പാസീവ് സ്മോക്കിംഗ് പാസീവ് സ്മോക്കിംഗ് എന്താണെന്നോ? പാസീവ് സ്മോക്കിംഗ് എന്താണെന്ന് വെച്ചപ്പോൾ അടുക്കളയിൽ പുക ഊതുന്നു, ദാറ്റ് ഇസ്. അപ്പം സിഗരറ്റ് സ്മോക്കിംഗ് അല്ല. ആക്റ്റീവായിട്ട് നമ്മൾ മനഃപൂർവ്വം വലിക്കുന്നതാണോ? അല്ല. അപ്പോൾ പുക ഊതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പുക നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇനി അതല്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, പക്ഷെ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ ആ പുക നമ്മുടെ ഉള്ളിലും വരും. ദെൻ നമ്മുടെ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന പുക, ഇതൊക്കെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ പാസീവ് സ്മോക്കിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. ഓക്കെ, അപ്പം ഒരു ഓൾ പോസിബിൾ ഓൾട്ടർനേറ്റീവ് കോസസ്, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് കോസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ എ റിസർച്ച് ഈ കൺഫൗണ്ടിങ് വേരിയബിൾസ് നമ്മൾ നിർബന്ധമായിട്ടും റൂൾ ഔട്ട് ചെയ്യണം. കൺഫൗണ്ടിങ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇഫ് ദ പ്രസൻസ് ഓഫ് കൺഫൗണ്ടിങ് വേരിയബിൾ ഇസ് ദെയർ, ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് സർട്ടൻ ഇമ്പാക്ട് ഓൺ ദ റിസർച്ച്. അപ്പം അതുകൊണ്ട് നമ്മൾ കൺഫൗണ്ടിങ് വേരിയബിളിനെ ഒരു റിസർച്ചിൽ എപ്പോഴും കൺഫൗണ്ടിങ് വേരിയബിളിനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ഓക്കെ,
Okay, let us see what is independent variable and dependent variable. നമ്മളൊരു എക്സ്പെരിമെന്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി ഏത് വേരിയബിളിനെയാണോ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആ വേരിയബിളിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഈ വേരിയബിൾ കൊണ്ട് ആരിലാണോ ചേഞ്ച് ഉണ്ടായത് അവരെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, an independent variable is a condition or event that an experimenter varies in order to see its impact on another variable. അപ്പം എക്സ്പെരിമെന്റർ വേറൊരു വേരിയബിളിൽ ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേരി ചെയ്യിപ്പിക്കുന്നുണ്ട്. വേരീസ്, അങ്ങനെ വേരി ചെയ്യിപ്പിക്കുന്ന വേരിയബിളിനെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. Okay, it is hypothesized that to have some effect on dependent variable, the experiment is conducted to verify this effect. നമ്മൾ ചിലപ്പോൾ എക്സ്പെരിമെന്റിൽ ഇന്ന വേരിയബിൾ ആണ് ഇന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഹൈപ്പോത്തസൈസ് ചെയ്ത കാര്യത്തിന്റെ ഇഫക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മാനിപ്പുലേറ്റ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇപ്പൊ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഗ്രൂപ്പിന് ഞാൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊടുത്തു, മറ്റേ ഗ്രൂപ്പിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊടുത്തില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇഫക്റ്റ് മെഷർ ചെയ്തു. അപ്പം ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിളിന് മാറ്റം ഉണ്ടാവുന്നെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് മാറ്റം ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ പറയും ഈ പെർട്ടിക്കുലർ വേരിയബിൾ കൊണ്ടാണ് ഈ ഒരു ഇഫക്റ്റ് ഉണ്ടായത് എന്ന് നമ്മൾ പറയും. Okay, so let us see what is dependent variable. Dependent variable is the variable that is thought to be affected by manipulation of the independent variable. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഏത് വേരിയബിൾ ആണോ അഫക്റ്റ് ചെയ്യുന്നത് ആ വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഏത് വേരിയബിളിലാണോ അത് അഫക്റ്റഡ് ആയിരിക്കുന്നത് ആ വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ചില വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ചില വേരിയബിളിനെ ഡിപ്പെൻഡന്റ് എന്നും വിളിക്കുന്നത്? So independent variable is called independent because it is free to be varied by the experimenter. എക്സ്പെരിമെന്റർക്ക് വേരി ചെയ്യാൻ ഫ്രീഡം ഉള്ള വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഡിപ്പെൻഡന്റ് വേരിയബിൾ is called dependent because it is thought to be dependent on the manipulation of independent variable. ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് dependent variable changes ഉണ്ടാകും. That is why we call this variable as dependent variable. That is, we are going to discuss about experimental group and control group. ഒരു ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റിന്റെ കഥ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം ഒരു ഗ്രൂപ്പിൽ നമ്മൾ സ്മോക്കിംഗ് ലീഡ്സ് ടു ലങ് ക്യാൻസർ എന്നുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് സ്മോക്കിംഗ് ഉള്ള ഒരു ഗ്രൂപ്പും സിഗരറ്റ് സ്മോക്കിംഗ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പും എന്ന് പറഞ്ഞു. അപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് പ്രസന്റ്, ആ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് സിമിലർ ടു ദ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എക്സെപ്റ്റ് ദ പ്രസൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ പ്രസൻസ് ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിലും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുമായിട്ട് വളരെ സിമിലർ ആണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആകെ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. എന്തില്ല? ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ പ്രസൻസ് അവിടെ ഇല്ല. സോ ഇൻ an experiment, the investigator typically assembles two groups of subjects who are treated differently with regard to independent variable. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് രണ്ട് രീതിയിൽ ട്രീറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാം. ഒരു ഗ്രൂപ്പിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊടുത്തോണ്ടും ഒരു ഗ്രൂപ്പിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊടുക്കാതെ.
അങ്ങനെയുള്ള ഈ ഗ്രൂപ്പുകളെ these two groups are referred to as experimental group and control group. The experimental group consists of subjects who receive some special treatment in regard to independent variable. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾ കിട്ടുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. The control group consists of similar subjects do not receive the special treatment given to the experimental group. Experimental group ആയിട്ട് മറ്റെല്ലാ കാര്യത്തിലും സിമിലർ ആണ് ആര്, കൺട്രോൾ ഗ്രൂപ്പ്. ഒറ്റ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, എന്ത്, അവർക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കിട്ടിയിട്ടില്ല, ആ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, if the two groups are alike in all respects except for the variation created by the manipulation of independent variable, any difference between the two groups on the dependent variable must be due to the manipulation of independent variable. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, ആകെ വ്യത്യാസമുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ മെഷർ ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിൽ വ്യത്യാസം, ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൊടുത്തേക്കുന്ന ഗ്രൂപ്പിൽ ഡിപെൻഡന്റ് വേരിയബിളിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രീതിയിലാണ് സാധാരണഗതിയിൽ റിസർച്ചേഴ്സ് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇഫക്റ്റ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ there are two groups, experimental group ഉണ്ട്, control group ഉണ്ട്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ എന്താണ് പ്രത്യേകത, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കൺട്രോൾ ഗ്രൂപ്പിൽ എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇല്ല. ബാക്കി എല്ലാ കാര്യത്തിലും the experimental group and control groups are similar except for the presence of independent variable. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മാനിപ്പുലേഷൻ കൊണ്ടാണ് ഡിപെൻഡന്റ് വേരിയബിൾ എഫക്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Okay, so this is about experimental group and control group.